ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ലഹരിക്കെതിരെ വലിയ പോരാട്ടങ്ങൾ നടക്കുകയാണ്. പാലക്കാട് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ പാലക്കാട് കോട്ടമൈതാനം വരെ ഒരു മാരത്തൺ സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഡോക്ടർ പി സരിൻ ഉൾപ്പെടെ ഡിവൈഎഫ്ഐയുടെ പാലക്കാട് ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ ഈ മാരത്തണിൽ പങ്കെടുക്കുന്നുണ്ട്. ലഹരിയെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലുള്ള ക്യാമ്പയിനുള്ള ലക്ഷ്യമുണ്ട്. സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കഴിഞ്ഞ ദിവസം 9-ാം തീയതി, 10-ാം തീയതി, അതുപോലെ തന്നെ 8-ാം തീയതി ഈ 3 ദിവസങ്ങളിലായിട്ട് സംസ്ഥാനത്തുടനീളം ഏറ്റെടുത്തിരിക്കുന്ന ഒരു ക്യാമ്പയിനാണ് സേ നോ ടു ഡ്രഗ്സ്. ലഹരി പദാർത്ഥങ്ങൾ എന്നുള്ളതിൻ്റെ ഡെഫിനിഷനൊക്കെ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. കുത്തിവെക്കാവുന്നതും ദ്രാവക രൂപത്തിലുള്ളതും ചവച്ചരയ്ക്കാവുന്നതും നാവിനടിയിൽ വയ്ക്കുന്നതും സ്റ്റാമ്പ് ഒട്ടിക്കുന്നതും എന്നുള്ള പ്രയോഗത്തിലുള്ളതുമായി പുതുതലമുറ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി പദാർത്ഥങ്ങളെ സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് വിളിക്കാവുന്നവയൊക്കെ സമൂഹത്തിൻ്റെ മുന്നിൽ അവരെ ഒറ്റപ്പെടുത്തുകയല്ല, പകരം അതിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ, അവരിലേക്ക് അത് വഴിതെറ്റി വീഴുന്ന ആളുകളിൽ ഏതെങ്കിലും തരത്തിൽ യുവാക്കളുടേതായിട്ടുള്ള മറ്റ് ലഹരികൾ, കളിയുടെ, സിനിമയുടെ, വായനയുടെ, വ്യായാമത്തിൻ്റെ ആ ലഹരികളിലൂടെ അതിനെ റീപ്ലേസ് ചെയ്യുക, അതിനെ പകരം വയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു യുവജന പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ഡിവൈഎഫ്ഐ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം. പാലക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണിപ്പോൾ വിക്ടോറിയ കോളേജിൻ്റെ കവാടം മുതൽ ഇവിടെ കോട്ടമൈതാനം വരെ ഈ കൂട്ടയോട്ടം 100-ലേറെ ആളുകൾ പങ്കെടുത്തുകൊണ്ട് സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐയുടെ വിവിധങ്ങളായ പരിപാടികളിലൂടെ സംസ്ഥാനത്തുടനീളം സേ നോ ടു ഡ്രഗ്സ് ക്യാമ്പയിന് വലിയ സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ ഉൾപ്പെടെ നമുക്കൊപ്പം പങ്കെടുക്കുന്നു. മറ്റ് ബ്ലോക്ക് കേന്ദ്രങ്ങളും സമാനമായിട്ടുള്ള രീതിയിലുള്ള പ്രോഗ്രാമുകൾ ജില്ലയിലെ മുഴുവൻ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും ഇതുപോലെ വ്യത്യസ്തമായതും വലിയ യുവജന പങ്കാളിത്തത്തോടും കൂടെയുള്ള പരിപാടികൾ നടന്നു. ഇന്നലെ ഷൊർണൂർ MR മുരളി സഖാവ് പങ്കെടുത്ത പരിപാടി നടന്നു. ശ്രീകൃഷ്ണപുരത്ത് എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ പങ്കെടുത്തു. അട്ടപ്പാടിയിൽ ഡിവൈഎഫ്ഐയുടെ ജില്ലാ ട്രഷറർ തന്നെ പങ്കെടുത്ത പരിപാടി നടന്നു. ഇന്നിപ്പോൾ ഇത് കഴിഞ്ഞ് 11 മണിക്ക് കൊല്ലങ്കോട് പരിപാടി കൊടുവായൂർ വെച്ച് നടക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത ദിവസമായി ജില്ലയിലെ 17 ബ്ലോക്ക് കമ്മിറ്റിയിലും ഇപ്പോൾ പട്ടാമ്പി, കൊപ്പത്തി പരിപാടി നടക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ പുൽപ്പള്ളിയിൽ നടന്നു വരുന്നു, ഇന്നിപ്പോൾ മുണ്ടൂർ, കേരളശ്ശേരിയിലുണ്ട്. വലിയ രീതിയിലുള്ള കായിക മത്സരങ്ങൾ, ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ ടൂർണമെൻറ്റുകൾ നടക്കുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥ ലഹരി കളികളോടാവാം, അതുപോലെ തന്നെ വായനയോടോ ഭക്ഷണത്തോടോ ജീവിതത്തോട് തന്നെ ആവാമെന്ന മുദ്രാവാക്യമാണ് ഡിവൈഎഫ്ഐ ഉയർത്തുന്നത്. ഇപ്പോൾ വയനാട് നിന്ന് ഉമ്മയെ മകൻ കൊന്ന വാർത്തയും തിരുവനന്തപുരത്ത് നിന്ന് അച്ഛനെ മകൻ കൊന്ന വാർത്തയും എല്ലാം വലിയ രീതിയിൽ ഞെട്ടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളം നിൽക്കുന്നത്. ഇത് തുടർ ക്യാമ്പയിനാണ്. ഈ ക്യാമ്പയിനുമായി ഡിവൈഎഫ്ഐ നല്ല രീതിയിൽ മുന്നോട്ട്. അതായത് ഏറ്റവും കൂടുതൽ ലഹരി ഇപ്പോൾ പിടിമുറുക്കിയിരിക്കുന്നത് വിദ്യാർത്ഥികളിലാണ്. വിദ്യാർത്ഥികളിൽ ഒരു അവബോധം ഉണ്ടാക്കുക, ബോധവൽക്കരണം നടത്തുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ഉൾപ്പെടെ ഇനി അടുത്ത ഘട്ടമായി കിടക്കുന്നുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം ഇതിനിരയാകേണ്ടി വരുന്നുണ്ട്. നമ്മുടെ പ്രയോഗം അതാണ്. അവരറിഞ്ഞുകൊണ്ട് അതിൻ്റെ ഉപയോഗത്തിലേക്ക് എത്തിപ്പെടുന്നതല്ല, അവരിരയാക്കപ്പെടുകയാണ്. ആ ഒരു ബോധ്യം സമൂഹത്തിനുണ്ടാവണം. പഠിപ്പിക്കുന്ന അധ്യാപകർ മുതൽ രക്ഷാകർത്താക്കൾ വരെ പൊതുസമൂഹത്തിൽ ഇടപെടുന്ന നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ല അതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അവരെ പിൻവാങ്ങാൻ, അവരെ മാറ്റിയെടുക്കാൻ സാധിക്കുക. ആ ഒരു ബോധ്യം സമൂഹത്തിനുണ്ടാവുക എന്നുള്ളതും ഈ പദാർത്ഥങ്ങൾ മാർക്കറ്റിലെത്തുന്ന വിധങ്ങളെ കണ്ടെത്തി അത് നിയമപരമായ നടപടിക്ക് വിധേയമാക്കുക എന്നുള്ള നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനം ഊർജിതപ്പെടുത്തുക എന്നുള്ളതും രണ്ടും ഒരേ സമയം ഏറ്റെടുക്കേണ്ട പ്രവർത്തികളാണ്. രണ്ടിനും ഡിവൈഎഫ്ഐയുടേതായിട്ടുള്ള ജാഗ്രതാ ക്യാമ്പയിനുകൾ ഉണ്ടാകും. ജനങ്ങളെ ഉണർത്തുക എന്നുള്ളതാണ് ഒരു യുവജന പ്രസ്ഥാനം എന്നുള്ള രീതിയിലുള്ള ദൗത്യം. അത് വളരെ കൃത്യമായി ഏറ്റെടുക്കുന്നുണ്ട്. വിദ്യാർത്ഥികളിലേക്കും ഈ ക്യാമ്പയിനെ SFI കൂടി അത് വളരെ കൃത്യമായി ചെയ്യുന്നുണ്ട്. അതിനെ കൂടുതൽ ഊർജിതമായി തന്നെ സംസ്ഥാനത്തുടനീളം അത് ഏറ്റെടുക്കപ്പെടും. ഡിവൈഎഫ്ഐയുടെ പാലക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിലൊരു മാരത്തൺ സംഘടിപ്പിച്ചത്. പാലക്കാട് വിക്ടോറിയ കോളേജിൻ്റെ കവാടം മുതൽ കോട്ടമൈതാനത്തിൻ്റെ കവാടം വരെയാണ് മാരത്തൺ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ആ മാരത്തൺ പൂർത്തിയായിരിക്കുന്നു. ഇനിയും പാലക്കാട് ജില്ലയിലെ വിവിധ ബ്ലോക്ക് കേന്ദ്രങ്ങൾക്ക് കീഴിലായി അല്ലെങ്കിൽ ബ്ലോക്ക് കമ്മിറ്റികളുടെ കീഴിലായി ഇത്തരത്തിലുള്ള ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ ശക്തമാക്കുമെന്നാണ് ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികൾ അറിയിക്കുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിൻ, റിപ്പോർട്ടർ പാലക്കാട്.